വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക സമ്മേളനത്തോടെ 2 ദിവസമായി നടന്നുവന്നിരുന്ന കാഞ്ഞിരപ്പുഴ നേർച്ച സമാപിച്ചു. കാഞ്ഞിരപ്പുഴ നേർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ എന്നിവരുടെ പേരിൽ കാഞ്ഞിരപ്പുഴയിൽ 2 ദിവസമായി നടത്തിവന്ന നേർച്ചയുടെ സമാപന ദിവസത്തിൽ സംഘടിപ്പിച്ച അന്നദാനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതെന്ന് എം.പി. പറഞ്ഞു. ഭക്ഷണത്തിന്റെയോ പേരിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. നമുക്ക് വേർതിരിക്കാം. എങ്ങനെയാ? സത്യവും അതുപോലെ തന്നെ സ്നേഹമുള്ള ആളും യഥാർത്ഥ മനുഷ്യനാണ്. മറ്റുള്ളവരുടെ വിഷമവും പ്രയാസവും മനസ്സിലാക്കാൻ കാരുണ്യമുള്ള മനസ്സുള്ളവരാണ്. മനുഷ്യത്വമുള്ള മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യത്വമുള്ളവരെയാണ് മനുഷ്യന്ന് വിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ, അയാൾക്കൊരു മൃഗത്തിന്റെ സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്ത് വേണം? നല്ല വിവേകത്തോടു കൂടി ഓരോ കാര്യങ്ങളും നോക്കിക്കാണാൻ കഴിയും. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവർക്കെല്ലാവർക്കും ജീവിക്കാൻ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ ഭൂമിക്കും പ്രകൃതിക്കും എല്ലാ ചരാചരങ്ങൾക്കും ഒക്കെ നന്മ ചെയ്യാൻ വേണ്ടിയാണ്. ഒരിക്കലും ഒരാളെ കൊല്ലാനോ ദ്രോഹിക്കാനോ ഇല്ലാതാക്കാനോ അധികാരം നമുക്കാർക്കും ഇല്ല. അത് പ്രകൃതി ദൈവത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു ശക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പാടില്ല. ഡോക്ടർ ഉസ്താദ് ഉസ്മാൻ സൈനി അൽ ഖാദരി അധ്യക്ഷത വഹിച്ചു. വിശ്വാസികൾക്ക് അന്നദാനം നൽകുക, ഒപ്പം കഴിഞ്ഞുപോയവരെ അനുസ്മരിക്കുക എന്നതാണ് കാഞ്ഞിരപ്പുഴ നേർച്ചയുടെ ലക്ഷ്യമെന്ന് ഉസ്താദ് സൈനി പറഞ്ഞു. ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഉപ്പ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും, അതായത് പുണ്യ ആത്മാക്കളുടെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്ത ഖുർആനിക ട്രീറ്റ്മെന്റിന്റെ ചില ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പണവും മറ്റ് വസ്തുക്കളും ഈ നാട്ടിലുള്ളവർക്കും വിശ്വാസികൾക്കും അന്നദാനം ഉണ്ടാക്കി വിതരണം ചെയ്യുക, മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ അനുസ്മരിക്കുക എന്നുള്ളതാണ് കാഞ്ഞിരപ്പുഴ നേർച്ചയുടെ ആകെ ഉദ്ദേശം. സ്വാമി ആത്മദാസ് എമി ഗുരുജി, ഫാദർ CM സക്കറിയ, ഷുഹൈബുൽ ഹൈതമി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഒലിക്കൽ, C. അച്യുതൻ നായർ, നിസാർ മുഹമ്മദ്, CT അലി, ചെറൂട്ടി മുഹമ്മദ്, ജലീൽ കൊളമ്പൻ, PK ലത്തീഫ്, സദഖത്തുള്ള പടലത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് റിവായി റാത്തീബ്, ദുആ സമ്മേളനം, അന്നദാനം എന്നിവ നടത്തി. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.